ഗവൺമെന്റ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി, ഗവൺമെന്റ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിലെ ഒരു ഇൻസ്ട്രക്ടർ ആണ്. നിങ്ങൾ ആദ്യമായാണ് മലമ്പുഴ ITIയുടെ ഒഫീഷ്യൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിലെ സെക്കൻഡ് സെമിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിലെ ഇൻട്രൊഡക്ഷൻ ടു ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസ് എന്ന ഭാഗമാണ്. ഫംഗ്ഷൻ എന്ന വാക്ക് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ട് കാണുമല്ലോ. എക്സൽ പഠിച്ചപ്പോൾ അതിൽ കുറച്ച് ഫങ്ഷൻസ് എല്ലാം ഉപയോഗിച്ച് കാണും. സം, ആവറേജ് എന്നൊക്കെ പേരിൽ, മാക്സിമം, മിനിമം. ആ ഫങ്ഷൻസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യണേ? ഒരു ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണേ കുറച്ച് നമ്പറുകളുടെ ആവറേജ് വാല്യൂ കാണാൻ. അപ്പം ആ ഫങ്ഷൻസ് എല്ലാം എക്സലിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. അതിലെങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്ന ഫോർമുല അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്പർ സെലക്ട് ചെയ്യുക, ആവറേജ് ഫംഗ്ഷനിലേക്ക് വാല്യൂസ് കൊടുക്കുക, നമുക്ക് ആൻസർ ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലെല്ലാം യൂസറിന് സ്വന്തമായിട്ട് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ആ ഫംഗ്ഷനകത്തെ ഒരു ടാസ്ക്, പർട്ടിക്കുലർ ടാസ്ക്, ഇപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിലെ ടാസ്ക് ആവറേജ് കാണുക എന്നുള്ളതാണ്. അതായത് കുറച്ച് നമ്പറുകളുടെ ആവറേജ് കാണാം, ആദ്യം അതിൻ്റെ ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കണം, ബൈ നമ്പർ എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ സ്റ്റെപ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നമുക്ക് എഴുതാം. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫങ്ഷൻസ്. ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, ഫംഗ്ഷൻ്റെ യൂസ് എന്താണ്, ഇതിലെ വേരിയബിൾസിൻ്റെ സ്കോപ്പ്, ഈ വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. JavaScript function is a block of code designed to perform a particular task. ഇവിടെ ഒരു രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അവിടുത്തെ ടാസ്ക് എന്താ? രണ്ട് നമ്പർ ആഡ് ചെയ്യുക എന്നുള്ളത്. ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിങ്ങിൽ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പ്രോഗ്രാം എഴുതാം. ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം എല്ലാവർക്കും പരിചിതമാണല്ലോ. അതിൽ രണ്ട് നമ്പർ ആഡ് ചെയ്യുക, A, B രണ്ട് വേരിയബിൾസിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു. 4, 7 ഈ വാല്യൂസ് ആഡ് ചെയ്ത് C എന്ന വേരിയബിളിൽ റിസൾട്ട് വയ്ക്കുന്നു. 4 + 7 11 എന്ന റിസൾട്ട് C എന്ന വേരിയബിളിൽ വെച്ച് നമുക്കത് റിസൾട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തു വരും. ഇത് തന്നെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഇപ്പം എക്സൽ വഴിയാണ് നമ്മൾ കുറച്ച് നമ്പർ സം ചെയ്യാൻ വേണ്ടി സം എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യാറ്. പിന്നെ എക്സലിലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ്റെ പേര് സം എന്നാണ്. ആഡ് എന്ന് കൊടുത്ത് നമ്പേഴ്സ് കൊടുത്താൽ ആഡ് ചെയ്ത് വരില്ല, കാരണം നമ്മൾ ആഡ് എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. എക്സലിൽ സം എന്നാണ് ആ ഫംഗ്ഷനുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് യൂസറിന് ഡിഫൈൻ ചെയ്യാം ഫംഗ്ഷൻ്റെ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. ആഡ് ചെയ്യാൻ വേണമെങ്കിൽ ആഡ് എന്ന് കൊടുക്കാം, അഡീഷൻ എന്ന് കൊടുക്കാം, സം എന്ന് കൊടുക്കാം. അങ്ങനെ ഒരു യൂസറിന് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഈ ആഡ് ചെയ്തിട്ടുള്ളതാണ് ജാവാസ്ക്രിപ്റ്റിൽ. ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആദ്യം ഫംഗ്ഷൻ എന്ന കീവേഡ്, ഫംഗ്ഷൻ എന്ന് എഴുതാം. ഫംഗ്ഷൻ ഒരു പേര്, ആഡ്. ഇവിടെ നമ്മൾ ആഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അഡീഷൻ എന്നാണ് വേണ്ടെങ്കിൽ ഇവിടെ അഡീഷൻ എന്ന് കൊടുക്കാം. അത് യൂസറിന് ഡിഫൈൻ ചെയ്യാം. അത് കഴിഞ്ഞ് ഏതൊക്കെ നമ്പേഴ്സാണ് അതിലേക്ക് പാസ് ചെയ്യുന്നത്, വാല്യൂസ് എക്സ്, വൈ രണ്ട് വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യുന്നു. ആ വാല്യൂസ് ആഡ് ചെയ്യുന്നു. അതായത് ഇവിടെയാണ് നമ്മൾ ആ ടാസ്ക് ഡിഫൈൻ ചെയ്യുക. എന്താണ് അവിടെ ചെയ്യാനുള്ളത്? ആഡ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഇൻറ്റു ചെയ്യണം. ഇനി ആവറേജ് ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് നമ്പർ അല്ലേ ആഡ് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ബൈ 2 കൂടെ കൊടുത്താൽ നമുക്ക് ആവറേജ് വാല്യൂ കിട്ടും. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റെപ്സ് ഒരു കേളി ബ്രാക്കറ്റിനകത്താണ് കൊടുക്കുന്നത്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ പ്രോഗ്രാമിൽ ഈ ഫംഗ്ഷൻ എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ കോൾ ചെയ്യുന്നതാണ് ഇത്. ഫംഗ്ഷൻ്റെ പേര് ബ്രാക്കറ്റിൽ അതിലേക്കുള്ള വാല്യൂ കൊടുക്കുക, അത് ആഡ് ചെയ്ത് റിസൾട്ട് റിട്ടേൺ എന്ന് പറയുന്നത്. ഇപ്പം 4, 5 എന്നുള്ള വാല്യൂസ് ആണെങ്കിൽ 4, 5 എന്നുള്ളത് A, B എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂസ് തന്നെയാണ് X, Y എന്നുള്ള വേരിയബിളിലേക്ക് വരുന്നത്.
അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 9 എന്നുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്ന. ആ വാല്യൂ സിയിലേക്ക് സ്റ്റോർ ചെയ്യും. സി റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. A JavaScript function is a block of code designed to perform a particular task. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു ബ്ലോക്ക് ഓഫ് കോഡായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്ന സ്റ്റെപ്സ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുന്നു, അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നതിനുള്ള സിൻടാക്സ്, ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്നുള്ളത്. JavaScript function is defined with the function keyword. കീവേഡ് ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് പഠിച്ചപ്പോൾ കീവേഡ്സ് പഠിച്ചിട്ടുണ്ട്. വേരിയബിൾ ഡിക്ലറേഷൻ ഉള്ള കീവേഡ് VAR വേർ എന്നുള്ള കീവേഡ്. അതുപോലെ ഒരുപാട് കീവേഡ്സ് പഠിച്ചു കാണും. അതിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനുള്ള കീവേഡാണ് ഫംഗ്ഷൻ. സ്മോൾ ലെറ്ററിലാണ് ഫംഗ്ഷൻ, അങ്ങനെ തന്നെ എഴുതണം. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ ഒരു നെയിം ഫോളോഡ് ബൈ എ നെയിം ആൻഡ് ഫോളോഡ് ബൈ എ പരാന്തസിസ് ബ്രാക്കറ്റ്. അതിനാണ് പരാന്തസിസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ നെയിം ക്യാൻ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, അണ്ടർസ്കോർ ആൻഡ് ഡോളർ സൈൻ. ഫംഗ്ഷൻ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ആഡ് എന്ന് കൊടുക്കുക, അഡീഷൻ എന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ. ഫംഗ്ഷന് പേര് കൊടുക്കുമ്പോൾ ഒരു വേരിയബിൾ ഡിക്ലറേഷനിൻ്റെ സമയത്തുള്ള റൂൾസ് എന്തൊക്കെയാണോ, ഒരു വേരിയബിളിൽ നമ്മൾ പേര് കൊടുക്കുമ്പോൾ അതിൽ ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ്സ് ആയിരിക്കണം, ഡിജിറ്റ്സ് പറ്റില്ല എന്നുള്ള റൂളില്ല. അതുപോലെ ഫംഗ്ഷൻ്റെ നെയിമിന് പേര് കൊടുക്കുമ്പോഴും ആ റൂൾസും എല്ലാം, വേരിയബിളിൻ്റെ നെയിം കൊടുക്കുന്ന റൂൾസ് എല്ലാം ബാധകമാണ് ഫംഗ്ഷൻ നെയിമിന് കൊടുക്കുമ്പോഴും. അതിൽ ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, പക്ഷേ ഫസ്റ്റ് ലെറ്റർ ആവരുത്. അതുപോലെ സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക്, പക്ഷേ അണ്ടർസ്കോർ യൂസ് ചെയ്യാം, ഡോളർ സൈൻ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് അഡീഷൻ ഓഫ് 2 numbers എന്നുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ എന്നുള്ള മീനിങ്ങിൽ ആഡ് 2 numbers എന്ന് കൊടുക്കണം. അപ്പം ആഡ് ഇട്ടിട്ട് സ്പേസ് കൊടുക്കരുത്, ആഡ് അണ്ടർസ്കോർ 2 numbers അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഫംഗ്ഷൻ നെയിം കഴിഞ്ഞിട്ട് ആഡ് കഴിഞ്ഞിട്ട് നമ്മൾ 2 വാല്യൂസ് പാസ് ചെയ്തതിന് പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഈ ഫംഗ്ഷൻ നെയിം ആഡ് കഴിഞ്ഞിട്ട് XY എന്നുള്ള 2 വേരിയബിൾസ് ഇല്ലേ, പിന്നെ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുക. പാരാമീറ്റേഴ്സ് ഫംഗ്ഷൻ നെയിം കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പരാന്തസിസ്, ഒരു ബ്രാക്കറ്റിനെയാണ് പരാന്തസിസ് എന്ന് പറയുന്നത്. ദി പരാന്തസിസ് മേ ഇൻക്ലൂഡ് പാരാമീറ്റർ നെയിം സെപ്പറേറ്റഡ് ബൈ കോമ. ഇവിടെ നമുക്ക് എത്ര പാരാമീറ്റേഴ്സ് വേണമെങ്കിലും പാസ് ചെയ്യാം. 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മൾ 2 പാരാമീറ്റേഴ്സ്, ഏതൊക്കെ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്, 3 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു നമുക്ക് 3 പാരാമീറ്റേഴ്സ് വേണം. നമുക്ക് ഫംഗ്ഷനിലേക്ക് പാരാമീറ്റേഴ്സ് ഒന്നും പാസ് ചെയ്യാതെയും ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ വാല്യൂ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ വെറുതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അത്ര കൊടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് പരാന്തസിസ് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ദ കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ ദി ഫംഗ്ഷൻ ഈസ് പ്ലേസ് ഇൻസൈഡ് ദി കേളി ബ്രാക്കറ്റ്. ഇതാണ് കേളി ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്താണ് ഫംഗ്ഷൻ ചെയ്യാനുള്ളത്. ആഡ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള സ്റ്റെപ്സ്, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അതിനുള്ള, ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനാണെങ്കിൽ അതിനുള്ള കോഡ് എന്താണെങ്കിൽ അത് ഈ പരാന്തസിസിനകത്താണ് കൊടുക്കേണ്ടത്. ഇനി ഫംഗ്ഷൻ ഇൻവോക്കേഷൻ. ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് കോൾ ചെയ്യുന്നതാണ് ഫംഗ്ഷൻ ഇൻവോക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതാണ്. എന്താണ് ഒരു ഫംഗ്ഷൻ, അതിനകത്ത് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യാനുള്ളത്, ആ കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെ. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ ഇൻവോക്കേഷൻ എന്ന് വെച്ചാൽ എവിടെയാണോ നമുക്ക് ആ ഫംഗ്ഷൻ ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. അതിനാണ് ഫംഗ്ഷൻ ഇൻവോക്കേഷൻ. എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഫംഗ്ഷൻ ഒരു പ്രാവശ്യം ഡിഫൈൻ ചെയ്താൽ മതി. ഫംഗ്ഷൻ എക്സിക്യൂഷൻ, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രിപ്റ്റ് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് പോകുമ്പോൾ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യില്ല. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നിടത്ത് എക്സിക്യൂട്ട് ചെയ്യില്ല. ഫംഗ്ഷൻ എപ്പോഴാണ് കോൾ ചെയ്യുന്നത് അപ്പോഴേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഈ പ്രോഗ്രാമിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട്, ഇപ്പോൾ A = 4 എന്നുള്ളതായിരിക്കും ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് B = 5, അത് കഴിഞ്ഞിട്ട് C = add A, B അങ്ങനെ പറയുമ്പോൾ ആഡ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് ആ സമയത്ത് പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ കൺട്രോൾ പോകും. അവിടെ വെച്ചാണ് ഈ അഡീഷൻ എന്നുള്ള സ്റ്റെപ്പ് ചെയ്ത് റിസൾട്ട് റിട്ടേൺ ചെയ്ത് C എന്നുള്ള വേരിയബിളിലേക്ക് വരുന്നു, റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. Function invocation. The code inside the function will execute when something invokes or calls the function. എപ്പോഴാണോ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് അപ്പോൾ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ എക്സിക്യൂഷൻ നടക്കില്ല.
നമ്മളിപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഒരിക്കലും ഇങ്ങനൊരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്തില്ല എന്ന് വെച്ചാൽ ഇതിലെ സ്റ്റെപ്സ് ഒന്നും ഒരിക്കലും ഈ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യില്ല. എപ്പോഴാണ് ഈ ജാവാസ്ക്രിപ്റ്റിൽ ഈ സ്ക്രിപ്റ്റ് ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു ആ സമയത്ത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. HTML നമ്മൾ ബട്ടൺസ് ഒക്കെ വെച്ച് അതിൻ്റെ ഓൺ ക്ലിക്കിലൊക്കെ ഫംഗ്ഷൻസ് കോൾ ചെയ്യുമ്പോൾ ആ സമയത്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ആഡ് എന്നുള്ളൊരു ബട്ടൺ വെച്ച് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബട്ടൺ ക്ലിക്കിൻ്റെ ഇവൻറ്റിൽ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പം എപ്പോഴാണ് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യണത്? വെൻ ആൻ ഇവൻറ്റ് ഒക്കെ വെൻ യൂസർ ക്ലിക്ക് എ ബട്ടൺ. പ്രോഗ്രാമിൽ നമ്മൾ ഒരു ബട്ടൺ ക്ലിക്കിലാണ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ ആ സമയത്താണ് ഈ ഫംഗ്ഷനകത്തുള്ള കോഡ് വർക്ക് ചെയ്യുള്ളൂ. വെൻ ഇറ്റ് ഈസ് ഇൻവോക്ഡ് ഓർ കോൾഡ് ഫ്രം ജാവാസ്ക്രിപ്റ്റ് കോഡ്. ജാവാസ്ക്രിപ്റ്റ് കോഡിൽ തന്നെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്തും ഈ സ്റ്റെപ്പ് പ്രോഗ്രാം ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഫംഗ്ഷൻ ആഡ്. ഇവിടെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റെപ്സ്. അതിൽ എക്സും വൈയും ആണ് പാരാമീറ്റേഴ്സ്. ഇവിടെയാണ് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യണത്. ഇവിടെ എ ബി എന്ന് പറയുന്ന ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന റിയൽ വാല്യൂസിനെയാണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ 4, 5 എന്നുള്ള വേരിയബിൾസ് എ ബിയിലേക്ക് വെക്കുന്നു. ഇവിടെ എ ബി ആണ് ആർഗ്യുമെന്റ്സ്. കഴിഞ്ഞ് എയും ബിയും ആ വാല്യൂസ് എയിലെ വാല്യൂ എക്സിലേക്കും ബിയുടെ വാല്യൂ വൈയിലേക്കും പാസ് ചെയ്യുന്നു. എക്സ് വൈ ആണ് ഇവിടെ പാരാമീറ്റേഴ്സ്. The function parameters are the names listed in the function definition. Function definition, function define ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാല്യൂസ് ആണ് പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് ആർ ദ റിയൽ വാല്യൂസ് റിസീവ്ഡ് ബൈ ദി ഫംഗ്ഷൻ വെൻ ഇറ്റ് ഈസ് ഇൻവോക്ഡ്. ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന വാല്യൂസ് ആണ് ഫംഗ്ഷനിലെ ആർഗ്യുമെന്റ്സ്. Inside the function, the arguments are used as local variables. ഈ ഫംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് എല്ലാം ലോക്കൽ വേരിയബിൾസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എ ബി ലോക്കൽ ഗ്ലോബൽ വേരിയബിൾസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. The function is much the same as procedure or subroutine in other programming languages. ഫങ്ഷൻസ് എന്ന് പറയുന്നത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഫംഗ്ഷന് പ്രൊസീജിയർ എന്നോ സബ്റൂട്ടീൻ എന്നൊക്കെയാണ് കോൾ ചെയ്യുന്നത്. 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതിയ പോലെ തന്നെ 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ് ഫംഗ്ഷന് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. മൈ ഫംഗ്ഷൻ എന്ന് കൊടുത്തു എന്നുള്ളോ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പ്രൊഡക്റ്റ് എന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അത് നമുക്ക് ഫംഗ്ഷൻ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിലേക്ക് 2 വാല്യൂസ് പാസ് ചെയ്യുന്ന എ ബി. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പ്രോഗ്രാമിൽ അത് വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ജി എന്നുള്ള വേരിയബിളിലേക്ക് എ ഇൻറ്റു ബി സ്റ്റോർ ചെയ്ത് സിയുടെ വാല്യൂ റിട്ടേൺ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നേരിട്ട് റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആ ഫോർമുല ചെയ്യാവുന്നതാണ്. ഇപ്പം എ ഇൻറ്റു ബി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് റിട്ടേൺ ചെയ്യും. അപ്പം ഇവിടെ 4, 3 എന്നുള്ള വാല്യൂസ് ആണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. 4 എയിലേക്കും 3 ബിയിലേക്കും വരുന്നു. 4 × 3 12 എന്നുള്ള വാല്യൂ റിസൾട്ടായിട്ട് റിട്ടേൺ ചെയ്ത് വരും. വൈ ഫങ്ഷൻസ്. എന്തിനാണ് നമ്മൾ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്? ഇപ്പം 2 നമ്പർ ആഡ് ചെയ്യാൻ വെറുതെ ആഡ് ചെയ്താൽ പോലെ പ്രോഗ്രാമിൽ ഇത്രയും ബുദ്ധിമുട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം, കോൾ ചെയ്യണം, അത്രയും കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് വരും. പക്ഷേ ചില സ്റ്റെപ്സ് ഇപ്പോൾ ഒരു അഡീഷൻ ആയിരിക്കണം എന്നില്ല. കുറച്ച് കൂടുതൽ കാൽക്കുലേഷൻസ് ഉള്ള എന്തെങ്കിലും സ്റ്റെപ്സ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ആ ഫംഗ്ഷൻ റിപ്പീറ്റഡ് ആയിട്ടാണ് ചെയ്യുന്ന ആ സ്റ്റെപ്സ് എല്ലാം നമ്മൾ ഫംഗ്ഷൻ അത് ഡിഫൈൻ ചെയ്തിട്ട് എവിടെയൊക്കെയാണോ ആ ഫംഗ്ഷൻ ആവശ്യം വരുന്നത് അപ്പോൾ നമ്മളവിടെ കോൾ ചെയ്യും. അതായത് റീയൂസ് ഓഫ് കോഡ്. ഒരേ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് റൈറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും എഴുതുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഒരിട്ട പ്രാവശ്യം ആ കോഡ് എഴുതിയിട്ട് വീണ്ടും വീണ്ടും നമുക്കത് കോൾ ചെയ്യാം. ഡിഫൈൻ ദ കോഡ് വൺസ് ആൻഡ് യൂസ് ഇറ്റ് മെനി ടൈംസ്. അതാണ് റീയൂസ് ചെയ്യാൻ. We can use the same code many times with different arguments to produce different result. 2 നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി 2 വാല്യൂസ് നമ്മൾ പാസ് ചെയ്തു. അത് ഇവിടെ 4, 5 എന്നുള്ള നമ്പർ ആഡ് ചെയ്യാം. ആഡ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്ത് വിളിച്ചു. ഇത് നമുക്ക് 12, 13 എന്നുള്ള നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ C = ആഡ് ബ്രാക്കറ്റിൽ 12, 13 അങ്ങനെ കൊടുക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും 2 നമ്പർ ആഡ് ചെയ്യണം തോന്നുമ്പോൾ
ആ വാല്യൂസ് മാറ്റി മാറ്റി അതിൽ വാല്യൂസ് പാസ് ചെയ്യാം, ആർഗ്യുമെൻസിൻ്റെ വാല്യൂസ് മാറ്റി മാറ്റി നമുക്ക് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഇവിടെ ഫാരൻഹീറ്റിന് സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ്. അതിന് ഫാരൻഹീറ്റിലെ എത്രയാണോ നമ്മൾ ടെമ്പറേച്ചർ ഫാരൻഹീറ്റിൽ തന്നിരിക്കുന്നത് അതിൽ നിന്ന് -32 ചെയ്തിട്ട് 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മുടെ ഫാരൻഹീറ്റിൽ 100 ആണെങ്കിൽ 100 - 32 ഇൻറ്റു 5/9 ചെയ്ത് കഴിഞ്ഞാൽ സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ സ്റ്റെപ്സാണ് ടു സെൽഷ്യസ് എന്ന പേരിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ ഫംഗ്ഷനിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്യുക. അതെന്താ? ഫാരൻഹീറ്റിലുള്ള ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറെ സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്ത് റിസൾട്ട് നമ്മുടെ പ്രോഗ്രാം ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്യുന്നത് അങ്ങോട്ട് റിട്ടേൺ ചെയ്യും. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ ഇടയ്ക്കിടെ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്ക് സെൽഷ്യസിലും ഫാരൻഹീറ്റിലും മാറി മാറി നമുക്ക് ടെമ്പറേച്ചർ കിട്ടും. ഫംഗ്ഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇതേ സ്റ്റെപ്സ് നമ്മൾ പ്രോഗ്രാമിൽ ഒരുപാട് പ്രാവശ്യം എഴുതണം. അതിന് പകരം നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് ഫാരൻഹീറ്റിൽ തന്ന വാല്യൂ 2 സെൽഷ്യസ് എന്ന് പറഞ്ഞ് ഫാരൻഹീറ്റിലുള്ള വാല്യൂ കൊടുക്കാം. അപ്പോൾ ആ വാല്യൂ റിസൾട്ട് റിട്ടേൺ ചെയ്തു വരും. ഇവിടെ ഈ സ്റ്റെപ്സാണ് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി, ഫോർമുലയിൽ തെറ്റുപറ്റി എന്തെങ്കിലും ചെയ്ത റിസൾട്ട് തെറ്റായിരിക്കും. നമ്മൾ എന്താണോ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ അതുപോലെയാണ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് തരുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻസും ഒരു വേരിയബിൾ പോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ 2 സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ നമുക്കൊരു ടെക്സ്റ്റ് ആയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തു പോകാൻ ടെമ്പറേച്ചർ ഈസ് ഇപ്പോൾ 100 ഡിഗ്രിയാണ്, 100 സെൻറ്റിഗ്രേഡ് അങ്ങനെ റിസൾട്ട് വരാൻ വേണ്ടി ഈ ഫംഗ്ഷനിലെ വാല്യൂ റിട്ടേൺ ചെയ്ത് ഒരു വേരിയബിളിൽ വെച്ചിട്ട് അത് വേരിയബിൾ സ്ട്രിങ് ആയിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്ത് ഒരു റിസൾട്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പകരം നേരിട്ട് നമ്മൾ 2 സെൽഷ്യസ് ഫംഗ്ഷൻ തന്നെ ഇവിടെ കൊടുക്കാം. ഒരു വേരിയബിൾ പോലെ തന്നെ ഇതിലെ കൂടെ ഈ ടെക്സ്റ്റ് എന്നുള്ള വേരിയബിളിലേക്ക് ടെമ്പറേച്ചർ ഈസ് എന്ന് പറഞ്ഞ റിസൾട്ടും കൂടെ ആഡ് ചെയ്ത് യോജിച്ച് വരും. വേറൊരു ടെമ്പററി ഇങ്ങനൊരു വേരിയബിൾ വെക്കേണ്ട ആവശ്യമില്ല. ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത റിസൾട്ട് തന്നെ ഒരു വേരിയബിൾ പോലെ തന്നെയാണ്. The function JavaScript functions can be redefined like ordinary variables. ഒരു ഓർഡിനറി വേരിയബിൾ പോലെ തന്നെ നമുക്കത് റീഡിഫൈൻ ചെയ്യാം. ലോക്കൽ വേരിയബിൾസ് ആൻഡ് ഗ്ലോബൽ വേരിയബിൾസ്. ഒരു ഫംഗ്ഷനിൽ നമ്മൾ എ ബി ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഫംഗ്ഷൻസ് ഈ ഫംഗ്ഷനിൽ സെഡ് എന്നുള്ള വേരിയബിൾ ഉണ്ട്. റിട്ടേൺ സെഡ് ചെയ്യാതെ ഈ സെഡിനെ നമ്മളുടെ ഈ ഫംഗ്ഷൻ ഇവിടെ വന്നിട്ട് സെഡ് നമ്മൾ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യിച്ചു കഴിഞ്ഞാൽ സിക്ക് പകരം സെഡ് കൊടുത്താൽ റിസൾട്ട് കിട്ടില്ല. കാരണം ഈ സെഡ് എന്ന് പറയുന്ന ഈ ബ്രാക്കറ്റില്ലേ, കേളി ബ്രാക്കറ്റിനകത്തല്ല ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ ആഡ് എന്നുള്ള ഫംഗ്ഷനകത്ത് മാത്രമേ സെഡ് എന്നുള്ള വേരിയബിളിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അതായത് സെഡ് ഇവിടെ ഒരു ലോക്കൽ വേരിയബിൾ ആണ്. ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്യാതെ പുറത്ത് നമ്മൾ എഴുതാണ് വേരിയബിൾ ആസ് ഈക്വൽ ടു 5 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലോബൽ വേരിയബിൾ. ഇത് എല്ലാ ഫംഗ്ഷനിലും ഒരു പ്രോഗ്രാമിൽ എത്ര ഫംഗ്ഷൻസ് യൂസ് ചെയ്തു അതിലെല്ലാം നമുക്ക് എ എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ യൂസ് ചെയ്യാൻ പറ്റും. ആസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്നത് ലോക്കൽ വേരിയബിൾ ആണ്, സി ലോക്കൽ വേരിയബിൾസ് ആണ്. ഈ ഫംഗ്ഷനകത്ത് ഡിഫൈൻ ചെയ്യുന്നതെല്ലാം ലോക്കൽ വേരിയബിൾ. എന്നാൽ ഫംഗ്ഷന് പുറത്ത് ഒരു ഫംഗ്ഷന് ഉള്ളിലല്ല, ബ്രാക്കറ്റിന് പുറത്തല്ല യൂസ് ചെയ്യുന്നത്. ഇത് ഗ്ലോബൽ വേരിയബിൾ ആണ്. ഇവിടെ 5 എന്നുള്ള വാല്യൂ എയിൽ ഉണ്ടായിരിക്കും, ബിയിൽ 4, രണ്ടും കൂടെ ആഡ് ചെയ്ത് 9 എന്നുള്ള റിസൾട്ട് കിട്ടും. ഈ എ ഇവിടെ ഗ്ലോബൽ അല്ലാതെ ഈ ഫംഗ്ഷനകത്താണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, മൾട്ടിപ്ലൈ എന്നുള്ള ഫംഗ്ഷനകത്തായിരുന്നു നമ്മൾ ബി എ ഈക്വൽ ടു 5 എന്ന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആഡ് എന്നുള്ള ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഫംഗ്ഷനിലെ ലോക്കൽ വേരിയബിൾ ആയിരിക്കും. അപ്പം ഇവിടെ നമ്മൾ എ ഗ്ലോബൽ ആയെന്ന് വെച്ചതുകൊണ്ട് ഈ 2 ഫംഗ്ഷനിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റും. ലോക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ local variables declared within a JavaScript function become local to that function. Local variables have local scope. They can only be accessed within the function. നമുക്ക് ആ ഫംഗ്ഷനകത്ത് മാത്രമേ ആ വേരിയബിൾസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
അതായത് ഇവിടെ ബി എന്ന് പറയുന്നത് ഇവിടെ ലോക്കൽ വേരിയബിൾ ആണ്. ഈ ഫംഗ്ഷനിൽ മാത്രം ഇവിടെ വന്നിട്ട് ഒരു മൾട്ടിപ്ലൈ എന്നുള്ള ഫംഗ്ഷനിൽ നമുക്ക് എ ഇൻറ്റു ബി ചെയ്യാൻ പറ്റില്ല. കാരണം ബി ഈ ആഡ് എന്നുള്ള ഫംഗ്ഷനിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഗ്ലോബൽ JavaScript variables. A variable declared outside a function become global. A global variable has global scope. All scripts and functions on the web page can access it. ഒരു HTML പേജിലായിരിക്കുമല്ലോ നമ്മൾ ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ HTML പേജിൽ എല്ലായിടത്തും നമുക്ക് ഈ ഗ്ലോബൽ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റും. Lifetime of a JavaScript variable. Lifetime of a JavaScript variable start when it is declared. Local variables are deleted when the function is completed. Global variables are deleted when you close the page. ഇവിടുത്തെ ലോക്കൽ വേരിയബിൾ C ആണ്. ബിയിൽ എന്നുള്ള വേരിയബിളിൽ 4 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് ഈ ബിയുടെ വാല്യൂ ഈ ഒരു ഫംഗ്ഷനിൽ മാത്രം, ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ക്ലോസ് ചെയ്ത് ഉടനെ ആ വേരിയബിളിലെ വാല്യൂ ഇല്ല, പിന്നെ ഡിലീറ്റ് ആവും. 4 എന്നുള്ള വാല്യൂ പിന്നെ നമുക്ക് ഈ ഫംഗ്ഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എത്ര സമയത്തേക്ക് ആ വേരിയബിളിലെ വാല്യൂ നമുക്ക് ഉണ്ടായിരിക്കും, വേരിയബിളിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതിൽ വാല്യൂ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. ലോക്കൽ വേരിയബിൾസ് ആർ ഡിലീറ്റഡ് വെൻ ദ ഫംഗ്ഷൻ ഈസ് കംപ്ലീറ്റഡ്. അതായത് ഈ ഫംഗ്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്ന ആഡ് എന്നുള്ളത് ഇവിടെ ക്ലോസ് ചെയ്തപ്പോഴേ വേരിയബിൾസ് എല്ലാം വേരിയബിളിൻ്റെ ലോക്കൽ വേരിയബിളിൻ്റെ വാല്യൂ ക്ലോസായി. ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് അതിലെ പാരാമീറ്റേഴ്സ് വർക്ക്സ് ആസ് ലോക്കൽ വേരിയബിൾസ് ഇൻസൈഡ് ദി ഫംഗ്ഷൻ. ഇതിലെ പാരാമീറ്റർ ഈ എക്സ് എന്നുള്ള പാരാമീറ്റർ അത് ഇതിനകത്ത് ലോക്കൽ വേരിയബിൾ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. Define a function, working of a function, benefits of using a function, scope of a variable. ഇത്രയും കാര്യങ്ങൾ ഈ പാഠഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്സ്.